ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താ അറിയാവോ? ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ജീർണത കുറയും നമുക്ക്. നിങ്ങൾ ഉപദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോഴും ഉപദേശത്തിൻ്റെ ഗുണം അതാണ്, ജീർണത കുറയും ജീവിതത്തിൽ. ഇപ്പം അതിന് ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം 16:7 മുതൽ. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്ന. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ജീർണത കുറയും ജീവിതത്തിൽ. കുടുംബജീവിതത്തിലായാലും ശരി, ഇപ്പൊ ഒരു ഭർത്താവ് അവിശ്വസ്തത കാണിക്കുമ്പോൾ കുടുംബജീവിത ജീർണതയല്ലേ. അപ്പം മകൻ കഞ്ചാവിന് ഒക്കെ അടിപ്പെട്ട് കഴിയുമ്പോഴും മകൾ വേറെ വല്ല രഹസ്യ ബന്ധങ്ങളെ തുടങ്ങുമ്പോൾ കുടുംബം ജീർണിക്കുകയല്ലേ. അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും വചനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുടുംബപരമായ ജീർണതയും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അകപ്പെടാൻ പോകുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ എന്താ പറയണത്, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയും. ഇപ്പം നമ്മുടെ ഈ പ്രിയ വയനാട് അവരുടെ സാക്ഷ്യം തന്നെ നോക്കിയേ. അവർ ഇപ്പം ഈ അവരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് തോന്നുന്നതാണോ സത്യമാണോ എന്നറിയത്തില്ല, അവർ ഒറ്റപ്പെടുന്നവരെ തോന്നി. ഒറ്റപ്പെടുകയും ചെയ്ത് ഭർത്താവ് ഇവളെ കുറ്റം പറയുകയും ഒഴിവാക്കുകയും ചെയ്ത്. അപ്പോൾ ആ വീട്ടിൽ ആർക്കും അവൾ ഇല്ല. ഇഷ്യൂസായി, കുടുംബത്തിൽ ഇഷ്യൂ ആയി. അവൾ നമ്മളൊരാളെ കെട്ടിച്ച് വിട്ട് അവരവരുടെ കാര്യം നോക്കി അവർക്ക് മാതാപിതാക്കന്മാരുടെ ചുമടിറക്കി വെക്കുകയാണല്ലോ. അപ്പോഴാണ് അവർ പണ്ട് അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ കൊച്ചും കൂടി അവൾ തിരിച്ചു വരികയാണ്. അപ്പോൾ വീട്ടിൽ അസ്വീകാര്യമാകുന്ന അവസ്ഥയാണ് അവൾക്കറിയാം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞിനെയും കൊല്ലാൻ നോക്കും. ഈ പ്രശ്നമൊക്കെ വന്നുള്ള പ്രശ്നം അതാണ്. എന്നിട്ട് ഇവൾ കരഞ്ഞുകൊണ്ട് ആരും അവൾക്കില്ല, വീട്ടുകാരുമില്ല, കെട്ടിച്ച വീട്ടുകാരുമില്ല, എല്ലാം പെട്ടെന്ന് എല്ലാം തീർന്ന് ഇവൾക്ക് ജീവിതമില്ലെന്ന് കണ്ടപ്പോൾ ഇവർ അന്ന് മരിക്കുകയാണ്. അപ്പോൾ ആ മരിക്കണ മുമ്പ് ഇവൾ കുഞ്ഞിനെ ഉമ്മ വെക്കുമ്പോൾ കുഞ്ഞ് ഈ തലയുടെ താഴെ നിന്ന് കൃപാസനം പത്രം എടുത്ത് അമ്മക്ക് കൊടുക്കും. 2 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. എന്നിട്ട് കുഞ്ഞ് ഉറങ്ങിപ്പോകുമ്പോൾ ആ അമ്മ കുഞ്ഞ് ഉറങ്ങണതേ ദൈവം ഒരാളെ ജീർണിക്കണ്ട, എൻ്റെ നിർമ്മലൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ജീർണിക്കാൻ പോകുമ്പോൾ ദൈവം സംരക്ഷിക്കേണ്ട. ഇത്രയും നാൾ അവളുടെ തലയ്ക്കഭാഗത്ത് കൊന്തയും ബൈബിളും വെച്ചുകൊണ്ടിരുന്ന ദൈവത്തിനൊരു നന്ദിയുണ്ട് അവളോട്. അവളെ നശിക്കാൻ ദൈവം അനുവദിക്കണില്ല. ഭർത്താവ് ഉപേക്ഷിച്ചാലും നിൻ്റെ വീട്ടുകാർ നിൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ മറക്കാത്ത അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയണത് ഈ കുഞ്ഞ് 2 വയസ്സല്ലേ ഉള്ളൂ. കുഞ്ഞിനെ അറിയത്തില്ല. കുഞ്ഞ് അത് എടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിപ്പോവും. പക്ഷെ കുഞ്ഞിൻ്റെ കൈ അവിടെ തലയ്ക്ക് ഭാഗത്ത് ബൈബിളിൽ അകത്ത് വെച്ചാണ് ഉറങ്ങണ കുഞ്ഞ്. അപ്പം ഇവളോട് പരിശുദ്ധാത്മാ പറയും,
കൈ അടയാളം വെച്ചിങ്ങനെ എടുത്ത് വായിക്കാൻ പറയും. ഉടനെ ഇവൾ കൊതിയോടെ എടുത്തിട്ട് കൈ അടയാളം വെച്ചെടുത്ത് വായിക്കും. അതെന്താണെന്നറിയാമോ? ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം. അത് ഐസയാണ് 49:15. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. അതാണ്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. എന്താ അർത്ഥം? എന്താണ്? എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ കൊത്തി വെച്ചിരിക്കണം. എന്തിനാ? എനിക്കിടയ്ക്കിടയ്ക്ക് നോക്കാൻ, നീ എന്ത് ചെയ്യണം നോക്കാൻ. അതാണ്, എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. അപ്പനും നിന്നെ കാണത്തില്ല, നിൻ്റെ ഭർത്താവ് നിന്നെ കാണത്തില്ല, നിൻ്റെ ഭാര്യ നിന്നെ കാണാത്ത കാലമുണ്ടെങ്കിലും കർത്താവിൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടേയിരിക്കും. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ശ്രുതികട ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുന്നു. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഒരുമിച്ച് പാടുക. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഉടമ്പടിയിലുള്ള ഈ ഉറങ്ങാത്ത ദൈവം, അതായത് ഞാൻ നിന്നെ കണ്ടുകൊണ്ട്, ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ ഉള്ളം കൈയിൽ തന്നെ കൊത്തിവെച്ചിരിക്കണമെന്ന്. അതൊക്കെ ദൈവത്തിൻ്റെ പരമമായ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ പത്രമെടുത്ത് കൊടുക്കണത്. ആ സ്നേഹമാണ് അവൾ അടയാളം വെച്ചേക്കണ കൈ വായിക്കോള്. യെശയ്യാ 49:16. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൾ ഇത് ഈ രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറഞ്ഞ് വായിച്ചപ്പോൾ തന്നെ ആളിന് വായനയുടെ അഭിഷേകം കിട്ടി. ആളിന് വായനയുടെ അഭിഷേകം കിട്ടിയിട്ട് പിന്നീട് വായിക്കണം എല്ലാം ദൈവം അവരോട് നേരിട്ട് അപ്പളെ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് പറയണ പോലെ തോന്നുന്നു. അതാണ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം. അതാണ്, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണിൽ നോക്കി നമ്മുടെ കയ്യെ പിടിച്ച്, അങ്ങനെയല്ലേ പറയണത്, ഞാൻ നിന്റെ മുഖത്ത് നോക്കി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം. പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. വചനം അഭിഷേകമാകണം എങ്ങനെയാണെന്നറിയാവോ? വചനം വായിക്കുമ്പോൾ ദൈവം നേരിട്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് കണ്ണി നോക്കി പറയണ പോലെ നമുക്ക് തോന്നും. അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ അഭിഷേക ആനന്ദവും ആത്മശക്തിയൊക്കെ നിറയുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിനും ഇത് ഈ വചന വായന അവൾ അവസാനിപ്പിക്കുന്നത് 41:10. ഐശയ്യാ 41:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഞാൻ നിന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുന്നു. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെ.
51:10 ഐസയ. ഭയപ്പെടേണ്ട, പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. മറന്നാലും ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അതായത് എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആസ്തി ഭദ്രത എന്ന് പറയണത് അഭിഷേകപ്രകാരം വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഉറക്കം തൂങ്ങാൻ നേരത്ത് കുറച്ച് നേരം ഒന്ന് വായിച്ചു വെച്ചാൽ പറഞ്ഞാൽ അടച്ചു തല്ലി അവിടെ വെക്കുക, അങ്ങനെയല്ല. ഉടമ്പടി ഇത് വായിക്കണമെങ്കിൽ, ഈ സമ്പൂർണ്ണ ബൈബിൾ വായിക്കണമെങ്കിൽ, പുതിയ നിയമം വായിക്കണമെങ്കിൽ 72 മണിക്കൂർ മതി. ഞാൻ 72 മണിക്കൂർ കൊണ്ട് വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയണത്. 72 മണിക്കൂറിന് പുതിയ നിയമം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2-3 ദിവസം ഉണ്ടെങ്കിൽ, ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിക്കാൻ പറ്റും. ഇത് വായിക്കണമെങ്കിൽ ഒരു അഭിഷേകം കിട്ടണമെങ്കിലാണ് 5 ദിവസം. അഭിഷേകത്തിന് 5 ദിവസമേ ഉള്ളൂ. അത് ഇങ്ങനെ വായിക്കുന്നതോറും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും ദൈവ ശക്തിയൊക്കെ ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് ഒഴുകി നമുക്ക്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായി ലഹരി പിടിച്ചു പോകും. അങ്ങനെ വന്നാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ വായന അഭിഷേകത്തിലായാൽ എൻ്റെ അർത്ഥം എന്താണ്? ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാൻ തുടങ്ങി. ഇപ്പം ധന്യനെ ഉപദേശിച്ച് ധന്യോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ വീട്ടിൽ പോയിക്കോ. വീട്ടിൽ ചെന്നപ്പോൾ പിന്നെന്താ പ്രശ്നം? അപ്പൻ എന്ന് പറയുന്ന ആൾ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്, ഇവളുടെ അപ്പൻ. പക്ഷേ ഇവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പനൊരു പാലത്തെക്കൂടി സ്കൂട്ടിയും തള്ളിക്കൊണ്ട് പോകുമ്പോൾ പാലം ഒടിഞ്ഞ് അപ്പൻ സ്കൂട്ടിയോട് കൂടി വെള്ളത്തിൽ പോകും. പിന്നെ ആരാണ്ട് കണ്ടു നിൽക്കുന്നവർ കട്ടിച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എത്തിക്കുന്ന സമയത്ത് വേറെ സംഭവം നടക്കും. അതായത് ഈ അപ്പം വീണ സമയത്ത് ഭർത്താവ് കൊച്ചിനെ കാണാൻ വേണ്ടി ഇവളുടെ വീട്ടിലുള്ള സമയത്താണ് അപ്പം വീഴണത്. ഇതൊക്കെ ഈ അപ്പനൊക്കെ ഉന്തിത്തള്ളി വീഴിക്കണത് ആരാണ്? ഇതാണ് പ്രശ്നം. ഈ ഭർത്താവ് വീട്ടിൽ വരാറില്ല. ഒരു ദിവസം അയാൾക്ക് തോന്നി കൊച്ചിനെ വന്ന് കാണണമെന്ന്. കൊച്ചിനെ കാണാൻ വേണ്ടി ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അപ്പം പാലത്തിൽ നിന്ന് വീഴും. പിന്നെ എന്താ ചെയ്യണത്? അപ്പനെയും കൊണ്ട് മരുമകൻ ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോകുമ്പോൾ പല അസ്ഥികളും വിട്ടുപോകും സ്കാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അവൾ കണ്ണീരോടെ പറയും, എന്താ പറഞ്ഞ കർത്താവേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നാളെ എക്സ്റേ എടുക്കുമ്പോൾ അസ്ഥി കൂടിയിരിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ നാളെ അസ്ഥി എടുക്കുമ്പോൾ അപ്പൻ്റെ അസ്ഥി കൂടിയിരിക്കും. ആ പ്രാർത്ഥനയുടെ രീതിയാണ്. പക്ഷേ വിഷയം സെറ്റിൽഡായി. എന്താണ്? അമ്മായിയപ്പനും മരുമകനും സ്നേഹമായി, ഭാര്യയും ഭർത്താവും സ്നേഹമായി, കുടുംബം സെറ്റായി. അവളിപ്പോൾ അത് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ജീന സിസ്റ്റർ പറഞ്ഞ്, നീ ഇനി വരുമ്പോൾ അപ്പനെയും വിളിച്ചുകൊണ്ട് വരണം, എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പനെയും വിളിച്ചുകൊണ്ട് വരികയല്ല, നീ വിസായും കൊണ്ട് വരണമെന്ന് പറഞ്ഞേ, വിദേശത്തേക്കുള്ള. അപ്പോൾ പറഞ്ഞു, ഞാൻ അപേക്ഷ പോലും കൊടുത്തില്ല, ഞാൻ എങ്ങനെ വിസായും കൊണ്ട് വരണത്? സിസ്റ്റർ പറയാം, നീ പോയി വാന്ന് പറയും. പക്ഷേ അവൾ ഇന്നലെ വന്നപ്പോൾ അവളുടെ വിസയുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിരിക്കണം, അപ്പനെയും കൊണ്ട് വന്നിരിക്കണം സാക്ഷ്യം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം രാത്രി മരിക്കാൻ പോയവളാണ് ഇവളല്ലേ. ആ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് കർത്താവ് അവളെ തൊട്ട്, നിൻ്റെ കർത്താവ് ഉണർന്നിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഉറങ്ങില്ല, മയങ്ങില്ല, നിത്യജീവനേകും ദൈവം എന്നും കാവല
121:4. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അപ്പൊ I have carved you out in my palm എന്ന് പറഞ്ഞല്ലേ, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൈവം, നിന്നെ അവന്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കൺപോളകളിൽ ഉറക്കമില്ല, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ ഇരിക്കുന്നത് കാണുന്നു, ചെയ്യുന്നത് കാണുന്നു. 130 സങ്കീർത്തനം വായിച്ച ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഉറങ്ങില്ല, ഭയമില്ല. നിത്യജീവനേ കാവലല്ലോ, കാലിടറാതെ അവരെന്നെ നയിക്കും, കൺമണി പോൽ അവരെന്നെ കാക്കും. കാലിടറാതെ അവരെന്നെ നയിക്കും, കൺമണി പോലെ അവരെന്നെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെ ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെ ഇന്നുമെന്നും. 139 സങ്കീർത്തനം 1 പറഞ്ഞു. കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ പറഞ്ഞേ, കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോയത് കാര്യമേ കർത്താവ് മനസ്സിലാക്കുന്നെന്നാണ്. അതാണ് സംഭവം. ഉറക്കമില്ല, അവൻ നിന്നെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നു. അവൻ നീ മരിക്കാൻ പോകാൻ, നീ ജീർണിക്കാൻ, തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിത്യനായ പിതാവിന്റെ വലിയ സ്നേഹത്തിന്, ഞങ്ങളെ സംരക്ഷിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്നു, ഇന്നലെ ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെ ഇന്നുമെന്നും. അതായത് ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇപ്പോൾ ഒരു സ്റ്റോറിയുടെ അവസരം ഉണ്ടാവും, ഒരു കേസ് സ്റ്റഡി പോണ പോക്കുണ്ടാ. എങ്ങനെയാണ് ജീർണിച്ചു പോകുന്ന പാതാളത്തിൽ തള്ളുകയില്ലെന്ന് പറഞ്ഞില്ലേ, തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞവരെ ആ മരണത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഉയർത്തിക്കൊണ്ടുപോണ പോക്ക് കണ്ടില്ലേ. കുടുംബത്തെ റീസെറ്റ് ചെയ്ത്, ഭൗതിക ജീവിതം സെറ്റ് ചെയ്ത്, ജോലി റീസെറ്റ് ചെയ്ത്, കുടുംബത്തിലുള്ള മാനസിക ഐക്യം റീസെറ്റ് ചെയ്ത്, ദൈവം എല്ലാം റീസെറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കരുതെന്ന്. ചില ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന സംഭവം ഉടമ്പടി എടുത്തു നോക്കാം, ദൈവം പ്രവർത്തിക്കട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആ ഓരോ പ്രവർത്തനം ഞാൻ രോഗികളെ പോയി കാണാം. ദൈവം ആദ്യം എൻ്റെ വിസ പ്രോസസ്സിങ് നടക്കട്ടെ, ആദ്യം എനിക്ക് അഡ്വൈസ് മെമ്മോ വരട്ടെ, എന്നിട്ട് ഞാൻ ആഘോഷമായിട്ട് കെട്ടി ഇറങ്ങാൻ. ഇടി പെരിച്ചാൽ നീ ഇറങ്ങിയിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല, നിനക്കാണ് കാണിക്കാനുള്ളത്. നീ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ്. നിൻ്റെ അല്പവിശ്വാസം കൊണ്ടും നിൻ്റെ തരികിട വിശ്വാസം കൊണ്ടും ദൈവത്തിന് നീ വെല്ലുവിളിക്കുകയാണ്. അത് നിനക്ക് പണി വരും. അല്ല, ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാം. ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, ഞാൻ രോഗികൾക്ക് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് പത്രം, എനിക്ക് ആലപ്പുഴ പോയപ്പോൾ തന്നെ ബസ് കാശ് കുറച്ചായി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ രോഗികൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. അപ്പോൾ ദൈവത്തെ അവിടെ ചെയ്യുന്ന നക്കാപ്പിച്ച ധർമ്മപ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ അളന്ന് നോക്കും. നീ ദൈവത്തെ അളന്ന് നോക്കിയവരാണെങ്കിൽ താങ്ങത്തില്ല കേട്ടോ, ദൈവം തിരിച്ചളന്നാൽ. അതാ പലർക്കും പറ്റിയിരിക്കണത്. ദൈവത്തെ അളന്ന് നോക്കിയാണ് നിങ്ങൾ നക്കാപ്പിച്ച. നീ എന്താ പറയണത്? ഞാൻ രോഗികളെ കണ്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിൻ്റെ കൈ തന്നെ പൊങ്ങണ ദൈവം അനുഭവിച്ചിട്ടാണ്. അറിയാവോ എത്ര പേരാണ് എൻ്റെ അടുത്ത് വന്നെന്നറിയാവോ കൈ പൊങ്ങണില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൈ പൊങ്ങണുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ പറയണ്ടേ? കൈ പൊക്കി
അപ്പോൾ അതിനെ നീ നാക്കുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. പിന്നെ അല്ലേ നമുക്ക് വന്നിട്ട് ഓരോ മനുഷ്യരും ഉടമ്പടി എടുക്കണത് കൈ പൊങ്ങണില്ല, കാല് പൊങ്ങണില്ല, നാക്ക് പൊങ്ങണില്ല എന്നല്ലേ പറയണഞ്ഞാൽ ഉടമ്പടി എടുക്കണത്. ഇതെല്ലാം ഉള്ള നീ ഇരട്ടി പ്രാവശ്യമായിട്ട് കർത്താവിനെ സ്തുതിക്കേണ്ട ആളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ നല്ലപ്പം നിന്നെ സ്തുതിക്കാനും നിന്നോട് പദം പറയാതെ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാനും ഒന്നും ആവശ്യപ്പെടാതെ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം ദൈവവേദലായി നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ശ്രീകുമാരൻ്റെ സാക്ഷ്യം വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നത്. ശ്രീകുമാരൻ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം സാക്ഷ്യത്തിട്ട് ശ്രീകുമാർ വിട്ടുപോയി. ശ്രീകുമാരൻ്റെ പ്രശ്നം എന്താണ്? ശ്രീകുമാർ ഒരു NRI പാർട്ടിയാണ്. നാട്ടിൽ വന്നപ്പോൾ കാലിന് കാശിൻ്റെ കയ്യിലില്ല, കാശ് മുടക്കാൻ നിവർത്തിയില്ല. കാശില്ലല്ലോ, ജോലിക്ക് എവിടെയെങ്കിലും പോയി ജോലിക്ക് മുടക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കാശില്ല. അപ്പോൾ നാട്ടിൽ വന്നൊരു ജീവച്ഛവമായിട്ട് ഇങ്ങനെ ഗതികിട്ട പ്രേതമായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഇവൻ വന്ന് ഉടമ്പടി എടുക്കണത്. ഉടമ്പടി എടുത്തപ്പോൾ അവന് തോന്നി സർക്കാരിൻ്റെ ജോലിയില്ലേ, സർക്കാരിൻ്റെ ഈ PWD വർക്കില്ലേ, അതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ അതിന് ബാങ്ക് ബാലൻസ് ഉണ്ടാകണം. ഉടനെ ശ്രീകുമാർ ഉടമ്പടി എടുത്തും ബാങ്കിൽ ചെന്നും പറയണേ, സാറേ എനിക്ക് കോൺട്രാക്റ്റ് വർക്ക് ചെയ്യണം, PWD എനിക്ക് കുറച്ച് പൈസ അനുവദിക്കണമെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആസ്തികളില്ലല്ലോ, നിങ്ങളുടെ അക്കൗണ്ട് തന്നെ NRI കാലത്ത് പോലും നിങ്ങൾ മര്യാദക്ക് കീപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തരാൻ നിവർത്തിയില്ല. എന്നാലും നിങ്ങളൊരു NRI അല്ലേ, ഞാനത് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു 50,000 ഇട്ട് കൊടുത്തു ബാങ്കുകാരൻ. 50,000 ഇട്ട് കൊടുത്ത് വെച്ചും പുള്ളി പോയൊരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് PWD. അതെടുത്തപ്പോൾ എന്നാ പറ്റി? സർക്കാരിന് സുപ്രീം കോടതിയുടെ വിലക്ക്. കാശില്ലാത്ത സർക്കാർ സുപ്രീം കോടതി പോയിരിക്കണല്ലോ. സുപ്രീം കോടതി പോലും ചോദിച്ചില്ലേ സർക്കാരിനോട്, കാശ് എങ്ങനെയാണ് ഇങ്ങനെ കാശ് എങ്ങനെയാണ് ഇങ്ങനെ കടമായി പോയെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ചോദിച്ചില്ലെങ്കിലും പൈസ ഇല്ലല്ലോ, ഇലക്ഷൻ കഴിയാതെ സർക്കാരിൻ്റെ ഈ കാശ് കിട്ടത്തില്ല. അപ്പോൾ കാശ് കിട്ടാതിരിക്കുമ്പോൾ അത് എല്ലാ PWDക്കാർക്കും അറിയാം, സർക്കാരിൽ നിന്ന് കോൺട്രാക്റ്റ് വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, പൈസ ഇല്ല. അപ്പം പക്ഷേ ശ്രീകുമാരനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കിട്ടാതെ, ചെയ്ത വർക്കിൻ്റെ പൈസ കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ശ്രീകുമാർ അമ്മയോട് വന്നത്, അമ്മേ സർക്കാരിൻ്റെ കയ്യിലായ കാശ്, സർക്കാരാണെങ്കിൽ ട്രഷറി ബാനായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയും, നിനക്ക് മാത്രം തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ പറയണത്? ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി, വേറെ ആർക്കും ബില്ല് പാസ്സായിട്ടില്ല. ഈ അതാണ് ഉടമ്പടി എന്ന് പറയണത്. ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി. ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വല്ലാത്ത സംഭവമായി പോയില്ലാന്ന്. അവൻ്റെ എത്രയോ എനിക്കറിയാം, കാര്യം എൻ്റെ അടുത്ത് എല്ലാ PWDക്കാരും വരണതല്ലേ. അപ്പോൾ ഇവനെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് അച്ഛനെ കണ്ട് അങ്ങനെയല്ല, ഇതൊക്കെ എന്ന് പറയുന്നത് അറ്റ കൈയാണ്. ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആളിൻ്റെ അടുത്ത് നിൻ്റെ ഓഹരി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് എന്താ പറയണത്? അത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറയും. ഈ വീഞ്ഞും ഒക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കണതും ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതും ജോലി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടെന്നറിയാം. നീ ബൈബിളിൽ വചനമല്ലേ വായിക്കണമെന്ന് ചോദിക്കുമോ? അപ്പോൾ നീ ഉടമ്പടിയിൽ എടുത്തിരിക്കണത്. അപ്പോൾ ശ്രീകുമാർ വന്ന് അമ്മയോട് പറയും, എൻ്റെ ബില്ല് പാസ്സായില്ലേ? ആർക്കും പാസ്സായിട്ടില്ല, പക്ഷേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എൻ്റെ കടക്കാർ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ ബില്ല് അങ്ങോട്ട് പാസ്സാക്കി. നമ്മളെന്ന പ്രശ്നത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഓർക്കുക, ഇതുപോലെ ശ്രീകുമാരന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്മാരെ അനുഗ്രഹം അടിച്ചു മാറ്റും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരത് അതിൻ്റെ കുറിഞ്ഞിക്കാണ് തീ കൊടുക്കണത്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദൈവമായിട്ട്. ഇവിടെ നീ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലേ എന്നല്ല പ്രശ്നം. ഉടമ്പടി നീ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് പ്രശ്നം. ദൈവം സത്യസന്ധനായതുകൊണ്ട് ദൈവം ജാതി മതം നോക്കത്തില്ല. അവന് വിശ്വാസമുണ്ടോ, ദൈവസ്നേഹമുണ്ടോ, അവൻ്റെ ഉടമ്പടി ഓക്കെ ആണോ എന്ന് നോക്കും.
അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയിട്ട് കൊടുക്കും. അതെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം, കറക്റ്റായിരിക്കണം. പ്രാർത്ഥന പോലും ഒരു സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഒരു സ്നേഹത്തിൻ്റെ ബേസിലേ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അപ്പം നമുക്കത് മനസ്സിലാകും. പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന്. അപ്പോഴാണ് പ്രാർത്ഥന നീ ചെയ്തത് പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് നിനക്ക് മനസ്സിലാകണം. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന്. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനയാണോ എന്ന് ദൈവം മനസ്സിലാക്കുന്നത്. അതാണ് കാരണം സ്നേഹത്തിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അല്ല താത്വികവുമായിട്ടും സാങ്കേതികമായിട്ടും ഡിമാൻഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നമ്മൾ സൂക്ഷ്മത ഉണ്ടാകണത് നല്ലതാണ്. ഞാനെന്താ ശ്രീകുമാരൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേ അത് കാര്യം അവന് ബില്ല് പാസ്സാക്കാൻ കാരണം എന്താണെന്നറിയാവോ? രാജാക്കന്മാരെ കൊണ്ട് വളർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ കൊണ്ട് നമ്മളെ വളർത്തുമെന്നേ. അത് ഉടമ്പടിയിലുള്ളതാണ്. യെശയ്യാ 49:23. യെശയ്യാ 49:23. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും സർക്കാരും നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും. അതാണ് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലും നിന്നെ വളർത്താനുള്ള നടപടിക്രമങ്ങളെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അത് വാഗ്ദാനത്തിന്റെ ഭാഗമാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.